80കളിലെ അസ്തിത്വവാദത്തിന്റെ ഒരു കാറ്റ് അന്നും ഇവിടെ വീശുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വേറൊരു ടേണിംഗ് പോയിൻ്റാണത്. കാരണം ഈ കൺവിക്ഷൻസിനെ സംബന്ധിച്ച് ഒരു ടേണിംഗ് പോയിൻ്റാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനെ സ്വാധീനിച്ചിരുന്ന പുന്നപ്പറോയലാറിലെയും പിന്നെ അതുപോലെ വള്ളികുന്നത്തെയും സമരത്തിൻ്റെ അലകളായിരുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പറ്റം കൊടുങ്ങല്ലൂർ സുഹൃത്തുക്കളുണ്ടായി. ഒരു വലിയ വിഭാഗം, അത് വലിയ ഇൻ്റലക്ച്വൽസ് ആയുള്ള ഒരു വലിയ വിഭാഗം. അതിപ്പോൾ പ്രേമേന്ദ്രൻ മുതൽക്കുള്ള സുഹൃത്തുക്കൾ, പിന്നെ പ്രത്യേകിച്ചും TK മേഘനാഥൻ. പിന്നീട് ഞങ്ങൾ നക്സലൈറ്റുകളായി മാറിയപ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റിലെ വളരെ പ്രധാനിയായ ഒരു ആളായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്ത അഡ്വക്കേറ്റ് മേഘനാഥൻ. പിന്നെ പ്രധാനപ്പെട്ട തന്നെ ഇപ്പോഴും സജീവമായിട്ട് പല ചിന്താരംഗങ്ങളിലും ഞങ്ങളുടെയൊക്കെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള TN ജോയി, പ്രേമേന്ദ്രൻ്റെ ബ്രദർ TN ജോയി പിന്നീട് നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന നേതാവായിട്ട് വരികയും ചെയ്തു. പിന്നെ K വേണു. ഇങ്ങനൊരു വലിയ കൊടുങ്ങല്ലൂർ സുഹൃത്ത് സംഘം എനിക്ക് തിരുവനന്തപുരത്തുണ്ടായി. ഞാൻ പിന്നെ ആ സംഘത്തിലെ ഒരാളായി മാറുകയും K വേണു തിരുവനന്തപുരത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം മേഘനാഥൻ ജോയി എല്ലാം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ വായിക്കുകയും ചർച്ചകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത് കഴിഞ്ഞിട്ടൊരു ഘട്ടത്തിലാണ് K വേണു വരുന്നത്. അപ്പോൾ K വേണു അന്ന് ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റൊന്നും പ്രവേശിച്ച അതിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അജിതയുടെയും കുന്നിക്കൽ നാരായണൻ്റെയൊക്കെ നക്സലൈറ്റ് മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ പോലും അന്ന് തിരുവനന്തപുരത്ത് ഉള്ള ഒരു സെൻറ്റർ അതിനുണ്ടായിട്ടില്ല, ആക്ടിവിറ്റി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വേണു അന്ന് ഇവിടെ ദേശാഭിമാനിയിലോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ള വർക്കുകൾക്ക് വേണ്ടി വന്നതാണ്. ചില ട്രാൻസ്ലേഷൻ മാർക്സിസ്റ്റ് ദേശാഭിമാനിക്ക് വേണ്ടി മോറിസ് കോൺഫോർത്തിൻ്റെ ഒരു പുസ്തകം തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് P. ഗോവിന്ദപിള്ള വേണുവിനെ അന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന 60s ലോകം മുഴുവനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മാറ്റം വന്നു. ന്യൂ ലെഫ്റ്റ് ഉണ്ടാകുകയാണ്. അതെല്ലാം കിഴക്കൻ രാജ്യങ്ങളിലും ചൈനയിലെ സാംസ്കാരിക വിപ്ലവം, പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിലെ ടുണീഷ്യയിലേക്ക് തൊഴിലാളി വർഗ വിപ്ലവമല്ലല്ലോ, വിദ്യാർത്ഥി വിപ്ലവവും ജനകീയ വിപ്ലവങ്ങൾ ഇങ്ങനെ വന്നിട്ട് പഴയ ക്ലാസ് സ്ട്രഗിൾ കൺസെപ്റ്റിനോ അതുപോലെ തന്നെ പഴയ തൊഴിലാളി ട്രേഡ് യൂണിയൻ വിപ്ലവത്തിനോ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ലോകത്തെ മാറ്റുന്നതിനുള്ള കലാപരൂപങ്ങളെക്കുറിച്ചുള്ള പുതിയ ധാരണകൾ രൂപപ്പെടാൻ തുടങ്ങി. അത് ഈ മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ട അതെ അത് മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഈ മോഡേണിസം എന്ന് പറഞ്ഞാൽ ഈ ആധുനികതാവാദം എന്ന് നമ്മൾ പറയുന്ന മോഡേണിറ്റി അല്ല, ആധുനികതാവാദം എന്ന് പറയുന്ന ആ മോഡേണിസത്തിൻ്റെ ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാസ്തവത്തിൽ ഈ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്സിലെ മോഡേണിസമാണ്. നമ്മളിപ്പോൾ സാഹിത്യത്തിൽ മോഡേണിസം എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ പൊളിറ്റിക്സിലെ മോഡേണിസമാണ് ന്യൂ ലെഫ്റ്റ്. ഈ ന്യൂ ലെഫ്റ്റിന് ഒരു പഴയ തരത്തിലുള്ള ഒരു യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രാൻസിൽ തന്നെ അതാണല്ലോ. ഫ്രാൻസിലെ വിദ്യാർത്ഥി കലാപം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇവരെല്ലാം പങ്കെടുത്തിട്ടുള്ളത്, നമ്മൾ ഈ ഫൂക്കോയും ഡെറിഡയും അതുപോലെ പിന്നീട് ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള വലിയ ഇൻ്റലക്ച്വൽസ്, നേരത്തെ പറഞ്ഞ സാർത്ര, ഇവരെല്ലാം തന്നെ ദൈക്ഷണികമായിട്ട് അതിനോട് സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അതെ പിന്നീട് സ്ട്രക്ചറലിസ്റ്റുകളായവർ ഇങ്ങനെ പുതിയ ചിന്തയുടെ ഒരു ആവിർഭാവമാണ് ആ സംഭവത്തിൽ കൂടെ നടക്കുന്നത്. എന്നുവെച്ചാൽ പഴയ ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനങ്ങൾക്ക് വിശദീകരിക്കാനാവാത്ത വിധത്തിൽ സാമൂഹ്യ ചലനങ്ങളുണ്ടായ ഒരു സംഭവമാണത്. അതൊരു യൂറോപ്യൻ, എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ പഴയ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ തുടക്കം നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയില്ലേ, പഴയ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്, സോഷ്യലിസത്തിൻ്റെ ആദ്യമാണത്, ജനാധിപത്യത്തിൻ്റെ ആദ്യമാണ്. ആ തുടക്കം എന്ന് പറയുന്നത് പോലെ ആധുനികതയുടെ രാഷ്ട്രീയത്തിലെ ആധുനികത ആവിർഭവിക്കുന്നത് ഫ്രഞ്ച് വിദ്യാർത്ഥി കലാപത്തോടുകൂടിയാണ്. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ആ തരത്തിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴത് നടക്കുന്നുണ്ട് വെസ്റ്റിലൊക്കെ. പക്ഷെ പലയിടത്തും അതിനൊക്കെ യാഥാസ്ഥിക കമ്മ്യൂണിസ്റ്റുകാർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെയാണ് പല സ്ഥലങ്ങളിലും യുവാക്കളെ പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. പുതിയ കമ്മ്യൂണിസ്റ്റ് അവിടെ ഇന്ത്യയിൽ അതായിരുന്നു നക്സലൈറ്റ് മൂവ്മെൻറ്റ്, പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ഈ പോസ്റ്റ് മോഡേൺ തോട്ടിൽ ഇംഗ്ലീഷിൽ പറയുന്ന മിത്ത് ഓഫ് ദ ഗിവൻ എന്ന് പറയല്ലോ, ഒരു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിശ്ചിതമായ ഒരു ലോകത്തിലേക്ക് ഒരു മനുഷ്യക്കുട്ടി ജനിച്ചു വീഴുന്നു എന്നുള്ള അംഗീകരിക്കുന്നില്ലല്ലോ പോസ്റ്റ് മോഡേൺ. ഇല്ല, അല്ല, അത് ഒന്നാമത്തെ കാര്യം പോസ്റ്റ് മോഡേണിസത്തിന് തന്നെ ഒരു സിംഗിളായിട്ടുള്ള ഒരു ഫിലോസഫി അല്ലത്. ഈ നമ്മളീ പറയുന്ന മാർക്സ് എന്ന് പറയുന്നത് പോലെയോ
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാളിൻ്റെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്ന പോലെ ഒരു സിംഗിളായിട്ടുള്ളൊരു ഫിലോസഫി അല്ല. അത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു പീരീഡിനെ, അതിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റിനെ, അതിൻ്റെ ഒരു ചിന്താ മാതൃകയുടെ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ത്രഷോൾഡാണ് ഈ പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്ന് പറയുന്നത്. അതിൽ പലതും വരും. അതിൽ ഫിലോസഫി ഉണ്ട്. ഫിലോസഫിക്ക് തന്നെ പല രൂപങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു ഫിലോസഫിയെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്. നൽകപ്പെട്ടിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുന്നു. അങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന്, അങ്ങനെ ഒരു ലോകം വിശ്വസിക്കുന്നു? ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ലോകം ഇല്ലല്ലോ. ഈ ലോകം വ്യാഖ്യാനിച്ചെടുക്കുന്ന അല്ല, വ്യാഖ്യാനിക്കുന്നതല്ല. ലോകം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്, നോട്ട് ഇൻ്റർപ്രറ്റഡ് അല്ല. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആക്ടിവിറ്റിയാണ്. ഇൻ്റർപ്രിട്ടേഷൻ വിത്ത് എ ടൂൾ, ഒരു ഉപകരണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാകുന്നതാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. വി ആർ എഗൻസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, എഗൻസ്റ്റ് ഓൾ ഇൻ്റർപ്രിട്ടേഷൻസ്. പക്ഷേ പോസ്റ്റ് മോഡേൺ തോട്ടിൻ്റെ ഒരു ഫിലോസഫിക് അംശം ഇൻ്റർപ്രിട്ടേഷനെ അത് അതിനകത്തുള്ള ഈ ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ പിന്നെ ഡീകൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഭാഗം ചിന്തകർക്ക് ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, റോട്ടറി തുടങ്ങിയിട്ടുള്ള കുറേ ചിന്തകരുണ്ട്. അങ്ങനെ വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഓരോ വ്യക്തിക്ക് ഓരോ വ്യാഖ്യാനം ഉണ്ടാവും. അങ്ങനെ പല ലോകങ്ങളും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പല ലോകങ്ങളും സാധ്യമാണ്. അത് എൻഡ്ലെസ് ആണ്, അതൊരു മീനിങ്ലെസ് ആണ്. അങ്ങനെ പോകുന്നത്. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളൊക്കെ എൻ്റെ അന്വേഷണങ്ങളൊക്കെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചല്ലോ. മാത്രമല്ല ഇത് ഫ്രാഗ്മെന്റഡുമാണ്. ഈ ഫ്രാഗ്മെന്റേഷനെ, അംശീകരണത്തെ നമ്മൾ വാഴ്ത്തുകയും വേണം എന്നൊരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ ഒരു വലിയ ചിന്താധാരയുണ്ട് വേറെ. അതെന്താണ്? അതാണ് ആ ചിന്താധാര എന്ന് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ ലിയോത്താർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മോഡേൺ എല്ലാം നറേറ്റീവാണെന്ന് പറയുന്നത്. ഗ്രാൻഡ് നറേറ്റീവുകൾക്ക് എതിരായിട്ടുള്ള ഒരു പോക്കുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഗിവണായിട്ടുള്ള ലോകം സിദ്ധമായിട്ടുള്ള അല്ല എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സിനെതിരായിട്ടുള്ള ഒരു പോക്കുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട്.